നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വൈസ് ചാൻസലർമാരുടെ നിയമനം സംബന്ധിച്ച ഹൈക്കോടതി വിധിയെ തുടർന്ന് 4 വിസിമാരുടെ കാര്യത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടുത്ത മാസം തീരുമാനമെടുക്കും. UGC ചട്ടങ്ങൾ ലംഘിച്ച നിയമിച്ചതിന്റെ പേരിൽ കാലിക്കറ്റ് സംസ്കൃത ശ്രീനാരായണ ഡിജിറ്റൽ സർവകലാശാലകളുടെ വിസിമാരെ പുറത്താക്കാനുള്ള സാധ്യതയാണ് ഏറുന്നത്. UGC ചട്ടങ്ങൾ ലംഘിച്ചുള്ള നിയമനമെന്ന ആക്ഷേപത്തെ തുടർന്ന് കേരള, MG, കുസാറ്റ്, മലയാളം, കാർഷിക സാങ്കേതിക, ഫിഷറീസ്, കണ്ണൂർ, കാലിക്കറ്റ് സംസ്കൃതം, ശ്രീനാരായണ ഡിജിറ്റൽ സർവകലാശാലകളുടെ വിസിമാരുടെ നിയമനമാണ് നിയമക്കുരുക്കിലായത്. ഇതിൽ സാങ്കേതിക, ഫിഷറീസ്, കണ്ണൂർ സർവകലാശാല വിസിമാരെ ഇതിനോടകം തന്നെ കോടതികൾ പുറത്താക്കി. കേരള, MG, കുസാറ്റ്, മലയാളം, കാർഷിക വിസിമാർ കാലാവധി കഴിയതിനാൽ സ്ഥാനം ഒഴിയുകയും ചെയ്തു. ശേഷിക്കുന്ന 4 വിസിമാരുടെ കാര്യത്തിൽ UGC ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന വിലയിരുത്തി ഗവർണർ തീരുമാനമെടുക്കും. അടുത്ത മാസം ഇവരുടെ ഹിയറിംഗ് നടക്കും. UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിയമനം ലഭിച്ചതിന്റെ പേരിൽ 9 വിസിമാർക്ക് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ഹിയറിംഗ് നടത്തുകയും ചെയ്തപ്പോഴാണ് തുടർ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. 2022 ഒക്ടോബറിലാണ് വിസിമാർക്ക് ഗവർണർ നോട്ടീസ് നൽകിയത്. 1 വർഷം കഴിഞ്ഞിട്ടും തീരുമാനമായില്ല. ഹൈക്കോടതി വിധിയോട് ഗവർണർക്ക് നടപടിയെടുക്കാനുള്ള സാധ്യത തെളിയുകയാണ്. സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്നതിനാൽ വിസിമാരെ പുറത്താക്കുന്ന കാര്യത്തിൽ ഗവർണർ വിട്ടുവീഴ്ച കാട്ടാൻ സാധ്യത കുറവാണ്. ഡിജിറ്റൽ സർവകലാശാല വിസിക്കാണ് ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയുടെ ചുമതല. അദ്ദേഹത്തെ ഗവർണർ ഒഴിവാക്കിയാൽ സാങ്കേതിക സർവകലാശാലയ്ക്ക് നാഥനില്ലാതെയാകും എന്നതാണ് വ്യക്തമാകുന്നത്. സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ നിയമിക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയുമാണ്. എന്തായാലും സുപ്രീം കോടതിയുടെ വിധി നിർണായകമാകും. നിലവിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള രൂക്ഷമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്നാണ്. മുമ്പ് ഒരു അയവുണ്ടായി എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അങ്ങനെയല്ല, കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ആണ് 2022 ഒക്ടോബറിൽ വിസിമാർക്ക് ഗവർണർ നൽകിയ നോട്ടീസ് 1 വർഷം കഴിഞ്ഞിട്ടും തീരുമാനമായില്ല. പിന്നീടാണ് ഹൈക്കോടതി വിധിയോട് ഗവർണർക്ക് നടപടിയെടുക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഒരു തീരുമാനം ഗവർണർ കൈക്കൊള്ളുമെന്ന് വ്യക്തമാവുകയാണ്. വൈസ് ചാൻസലർമാരുടെ നിയമനം സംബന്ധിച്ച ഹൈക്കോടതി വിധിയെയാണ് 4 വിസിമാരുടെ കാര്യത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടുത്ത മാസം ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കാലിക്കറ്റ് സംസ്കൃത ശ്രീനാരായണ ഡിജിറ്റൽ സർവകലാശാലകളുടെ വിസിമാരെ പുറത്താക്കാനുള്ള സാധ്യതയാണ് ഏറുന്നത്.